എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് നമ്മുടെ സോറോ അവനാണെങ്കില് ആ വില്ലന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി അങ്ങനെ തെറിച്ചു വീണ് കിടക്കാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അവര് തമ്മിലുണ്ടായ ആ ഫൈറ്റ് കാണിക്കാണ്. ഫൈറ്റിന് മുൻപ് സോറോ പറയും, നിന്റെ സ്ക്വാഡ് അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി, ഉറപ്പായിട്ടും ആ സ്ക്വാഡ് ഞാൻ തന്നെ സ്വന്തമാക്കും. സോറോയ്ക്കാണെങ്കിൽ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ആവേശം കൂടി വരും. കാരണം ഓറോയ്ക്ക് ഓൾറെഡി അവന്റെ ഒരു സ്ക്വാഡ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ ഈ വില്ലന്റെ കയ്യിലുള്ള സ്ക്വാഡ് ഇത് അവന്റെ ഡ്രീം സ്ക്വാഡിൽ ഒന്നാണ്. സോ അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് അത് സ്വന്തമാക്കണം. ആ വില്ലനാണെങ്കിൽ സോറയുടെ ആവേശം അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സോറ ചില്ലറക്കാരനല്ല എന്ന്. സോറോ എന്തെങ്കിലും ചെയ്യും മുമ്പേ ആ വില്ലൻ അവനങ്ങനെ എടുത്തു ചാടി വമ്പ ഫോഴ്സില് സോറോ ആഞ്ഞു വെട്ടും. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാതെ സോറോ അവനെ തടയും. വില്ലനും സോറോയ്ക്കും അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ സന്തോഷാവും. കാരണം രണ്ടുപേർക്കും ഇപ്പൊ കിട്ടിയിരിക്കുന്നത് നല്ല പവറുള്ള ഓപ്പണൻസ് ആണ്. അവരുടെ രണ്ടുപേരുടെ അറ്റാക്കില് ആ ഒരു ബിൽഡിങ്ങിന്റെ പോർഷൻ മുഴുവനായിട്ടും തകരാൻ തുടങ്ങും. വില്ലനാണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് ആഞ്ഞു വെട്ടും. പക്ഷെ ജസ്റ്റ് മിസ്സിന് സോറ രക്ഷപ്പെടും. അവന്റെ സ്ക്വാഡ് അതാ ചുമരിൽ പോയി പതിച്ച് അവിടെയുള്ള വലിയൊരു ഭാഗം അങ്ങനെ തകർന്ന് വീഴാണ്. ഫ്രാങ്കി ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ബ്രൂക്കും സോറോയും അവർ രണ്ടുപേരും ആ വില്ലൻ അറ്റാക്ക് ചെയ്ത സ്ഥലത്തേക്ക് നോക്കും. അവിടെയാണെങ്കിൽ ചുമരിലൊരു വലിയ ദ്വാരം അതങ്ങനെ ക്രിയേറ്റ് ആയിരിക്കാണ്. ഉടനെ ആ വില്ലൻ അവൻ പറയും, നമ്മുടെ ഫസ്റ്റ് മാച്ച് അത് ഡ്രോ ആയിരിക്കാണ്. ബ്രൂക്കിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, ഇവനെന്തിനാ മാച്ച് ഡ്രോ ആണെന്ന് പറയുന്നേ. സോറോ അങ്ങനെ കാര്യമായിട്ടൊന്നും അറ്റാക്ക് ചെയ്തില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും സോറോയുടെ അറ്റാക്കില് അവന്റെ തൊട്ടുപുറകിൽ തകർന്നിരിക്കുന്ന ആ ഒരു ചുമര് അവർക്ക് കാണിച്ചു കൊടുക്കുക. ബ്രൂക്ക് ആണെങ്കിൽ അത് കണ്ട് ഡബിൾ ഷോക്കാവും. അപ്പോഴായിരിക്കും ബ്രൂക്ക് അവനും യഥാർത്ഥത്തിൽ സോറോ അവൻ നിസ്സാരക്കാരനല്ലാന്ന് മനസ്സിലാവുക. ഉടനെ വീണ്ടും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കും. ഇത്തവണ വില്ലൻ അവന്റെ ഫൈറ്റിംഗ് മോഡ് അത് കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ട് സോറോയായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ സോറോയും ഒട്ടും വിട്ടുകൊടുക്കാതെ അവനോട് കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യും. വില്ലന്റെ കയ്യിലുള്ളത് ഒരേ ഒരു സ്ക്വാഡാണ്. പക്ഷേ സോറോയുടെ കയ്യിൽ രണ്ട് സ്ക്വാഡ് ഉണ്ട്. അത് വെച്ച് ഈസി ആയിട്ട് അവനെ തോൽപ്പിക്കാമെന്ന് കരുതും. പക്ഷെ വില്ലനാണെങ്കിൽ അവന്റെ പവറും ആ വെപ്പനൊക്കെ ഉപയോഗിച്ച് സോറയെ ദൂരത്തേക്ക് അടിച്ച് തെറിപ്പിക്കും. അങ്ങനെ രണ്ടുപേരും വീണ്ടും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവരുടെ ഫൈറ്റിനൊടുവില് ആ ഒരു ഫ്ലോറ് അതങ്ങനെ തകർന്ന് ഇപ്പൊ ഫ്രാങ്കി അവൻ ബ്രൂക്കിനെ എടുത്ത് മറ്റൊരു ഫ്ലോറിലേക്ക് വന്ന് വീഴും. പക്ഷെ സോറയും വില്ലനും ഫൈറ്റ് നിർത്താതെ ഇപ്പൊ ആ ബിൽഡിങ്ങിന്റെ ഉച്ചയിലേക്ക് പോവും. നിന്നും അവർ രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടം. അത് കണ്ട ഫ്രാങ്കിയും ബ്രൂക്കും അവർക്കാണെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടി വരും. കാരണം അവർ രണ്ടുപേരും ഉള്ളത് നിരപ്പായ സർഫേസിലല്ല. അല്പസമയം കഴിഞ്ഞ് രണ്ടുപേരും തളർന്ന് ഇപ്പൊ ശ്വാസം വലിച്ചു വിടാണ്. വില്ലൻ നൈസായിട്ട് അവന്റെ സ്ക്വാഡ് എടുത്ത് വീശി സോറോ നിൽക്കുന്ന ആ ഒരു ഭാഗം അത് തകർത്ത് കളയും. ഇപ്പോൾ പോയ സോറ അവൻ ആ ബിൽഡിങ്ങിന്റെ പാർട്ടോട് കൂടെ താഴേക്ക് അടിച്ചു വീഴും. പക്ഷെ അപ്പോഴും സോറ അവൻ തോറ്റു പിന്മാറാൻ തയ്യാറാവാതെ വീണ്ടും അതിന് മുകളിലേക്ക് പാഞ്ഞു കയറും. എന്നിട്ട് രണ്ടുപേരും ചാടി വന്ന് ഒരൊറ്റ അടി. ആ ഒരു അടിയില് അവിടെ വമ്പ ഫയർ ഉണ്ടായി. സോറോയും ആ വില്ലനും രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് തെറിച്ച് വീഴാണ്. സോറോയുടെ അറ്റാക്കില് ആ വില്ലന്റെ വയറ്റില് നല്ല രീതിയിൽ പരുക്ക് പറ്റിയ ആ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പൊ നല്ല ഫ്ലെയിം പുറത്തേക്ക് വരും. പക്ഷെ സോറോ ആണെങ്കിൽ കൺട്രോൾ പോയി ഫുൾ ഫോഴ്സില് താഴേക്ക് അടിച്ചു വീഴാണ്. സോ നമ്മുടെ സോറോ അവൻ ഫൈറ്റ് ചെയ്ത് തോറ്റിട്ടല്ല, മറിച്ച് ആ വില്ലനെ ഫൈറ്റ് ചെയ്ത് തകർത്താണ് താഴേക്ക് വീണത്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ സാമുറായി അവനാണെങ്കിൽ ആ സ്ക്വാഡുമായി സോറയുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. ഇതാ ഇവിടെ ബ്രൂക്കിനും ഫ്രാങ്കിക്കും അവർക്ക് രണ്ടുപേർക്കും എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. പക്ഷെ ആ വില്ലന്റെ വരവും നടത്തമൊക്കെ കാണുമ്പോ ബ്രൂക്കിന് പിടികിട്ടും സോറോയുടെ മുൻപില് ആ വില്ലൻ മുട്ടുകുത്തിയെന്ന്. ഇവിടെ ആ വില്ലൻ അവനാണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് അത് ഒറയിലേക്ക് ഇടും. അതിനുശേഷം അത് സോറോയ്ക്ക് നേരെ വലിച്ചെറിയും. അടുത്ത നിമിഷം സോറോ അവൻ കറക്റ്റ് ആയിട്ട് ആ സ്ക്വാഡ് ക്യാച്ച് ചെയ്യാണ്. ഇവിടെ വില്ലന് അവനെ കൊണ്ട് ഈ ഒരു തോൽവി അത് താങ്ങാൻ കഴിയുന്നില്ല. അവനെ തന്നെ നശിപ്പിക്കാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോ സോറോയ്ക്ക് മനസ്സിലാവും അവൻ സാധാരണ ഒരു സ്ക്വാഡ്സ്മാൻ അല്ല. ഇവിടെ ആ വില്ലനും സോറോയെ പോലെ ഇത്രയും സ്മാർട്ടും ഇത്രയും കഴിവുള്ള ഒരാളുമായിട്ട് ഫൈറ്റ് ചെയ്തതിൽ ഒരുപാട് അഭിമാനം തോന്നും. അടുത്ത നിമിഷം ആ വില്ലൻ അവൻ മുകളിലേക്ക് നോക്കി അലറുകയാണ്. അവൻ അലറേണ്ട താമസം അവന്റെ ബോഡിയിലുണ്ടായിരുന്ന ബ്രൂക്കിന്റെ ഷാഡോ അതങ്ങനെ വന്ന് ഇപ്പൊ ബ്രൂക്കിന്റെ ബോഡിയിലേക്ക് തന്നെ തിരികെ കയറുകയാണ്. ഇത്രയും നാൾ ഞാൻ കാത്തിരുന്ന എന്റെ ഷാഡോ
അതെനിക്ക് ഇപ്പൊ തിരികെ കിട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ ചാടി മറയാനും കുട്ടിക്കാരനെ മറയാനൊക്കെ തുടങ്ങും. പിന്നെ ബ്രൂക്ക് ചോദിക്കും, നിനക്ക് ഇത്രയും കാലത്തെ കഷ്ടപ്പാടിന്റെയും സങ്കടത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും ഒക്കെ തന്നെ ഫലമായിട്ടാണ് എനിക്കിപ്പോ ഇത് തിരികെ കിട്ടിയത്. സോറോ, നീ ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്കിത് കിട്ടില്ലായിരുന്നു. ഇതിന് ഞാൻ നിന്നോട് എന്നും കടപ്പെട്ടവനായിരിക്കും. ഇത്രയും കാലവും ഞാൻ കാണാൻ ആഗ്രഹിച്ച എന്റെ തിമിംഗലം, അതിനെയും പോയി എനിക്ക് തിരികെ കണ്ട് എന്റെ കൂടെ തന്നെ കൂട്ടിക്കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇവിടെ സോറോയ്ക്കും ഒത്തിരി സന്തോഷാവും. കാരണം അവൻ ആഗ്രഹിച്ച ഒരു ലെജൻഡറി സ്ക്വാഡ് അവന് കിട്ടിക്കഴിഞ്ഞു. കട്ട് ചെയ്ത ഇവിടെ ഉസോപ്പ്, അവനാണെങ്കില് നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരെയും തേടി അങ്ങനെ ഓടി നടക്കുകയാണ്. ഇപ്പോഴായിരിക്കും നിലവിളിച്ച് കാറി ആ വൈൽഡ് ആനിമൽസ് അവറ്റുകൾ ഇപ്പോ ചുന്ദരി പെണ്ണിനെ കാണാനായിട്ട് അവിടേക്ക് ഓടി വരിക. നമ്മുടെ ചെക്കനാണെങ്കിൽ ഭയങ്കര ബുദ്ധിയാണ്. അവൻ അടുത്തുണ്ടായിരുന്ന ഒരു ഫോട്ടോ ഫ്രെയിമിന്റെ പുറകിൽ പോയി ഒളിച്ചു നിൽക്കും. അവര് പോയി ഉറപ്പാവുമ്പോ അവൻ ഉഷാറായിട്ട് ഇപ്പൊ സാഞ്ചിയെ തേടി ഓടും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ മാക്സിനെ പുറത്ത് കാണിക്കും. അവിടെയാണെങ്കിൽ സോംബീസ് എല്ലാം മരിച്ചു കിടക്കുകയാണ്. ഇത് കണ്ട ബാക്കിയുള്ള സോംബീസ് അവര് ഷോക്കാവും. ഉടനെ ആ വവ്വാല് അതിപ്പോ അവരുടെ അടുത്തേക്ക് പറന്നു വരും. വവ്വാല് പറയും, ഇതൊക്കെ ചെയ്തത് ആ 900 ആണ്. അവന്റെ ബോഡിയിൽ ഇപ്പോഴും ആ ഷാഡോയുടെ മൈൻഡ് സെറ്റ് ആണ്. അത് ചേഞ്ച് ആവാൻ കുറച്ച് ടൈം എടുക്കും. സോ അവനാണ് ഹെറഡ് കിങ് ആവണമെന്ന് പറഞ്ഞ് ഇത് മുഴുവൻ ചെയ്തത്. സോംബികൾക്കാണെങ്കിൽ അത് കേട്ട് വിശ്വസിക്കാനാവില്ല. ഒരു ഷോക്കായി ഇപ്പൊ പരസ്പരം നോക്കും. വവ്വാലാണെങ്കിൽ 900 ചെയ്ത ഓരോ കാര്യങ്ങളും അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അവന്റെ കൈയൊക്കെ നീട്ടി അറഞ്ചം പുറഞ്ചം സോംബീസിനെ ഇടിച്ചു. വവ്വാൽ അങ്ങനെ കാര്യമായിട്ട് സ്റ്റോറീസ് പറയുമ്പോഴായിരിക്കും 900 അവൻ വീണ്ടും വലിയ ശബ്ദത്തിൽ നടന്ന് അതുവഴി വരിക. ഓ നോ, അവൻ വീണ്ടും ഇങ്ങോട്ട് വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ആ ഒരു വവ്വാല് അതിപ്പോ പറക്കാൻ തയ്യാറാവും. ആ സോംബികളാണെങ്കിൽ ഇപ്പൊ 900നെ അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. അവർ കത്തിയും വാളൊക്കെ വെച്ച് അവനെ വെട്ടാൻ അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അതിന് 900 അവൻ ദേഷ്യപ്പെട്ടു പറയും, നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞു എന്റെ വഴിയിൽ വന്ന് നിൽക്കരുത് എന്ന്, എന്നിട്ട് വീണ്ടും നിങ്ങൾ അതന്നെ ചെയ്യാണോ? അവറ്റുകളാണെങ്കിൽ വീണ്ടും ഇപ്പൊ 900നെ അറ്റാക്ക് ചെയ്യാൻ ഓടി അടുക്കും. ഉടനെ കായ്ച്ചുരുട്ടി 900 അതിനുശേഷം വീണ്ടും ഇപ്പൊ ഗക്കോമുറയെ നോക്കി അങ്ങനെ അത് നടന്നു പോവും. ഇവിടെ ലൂഫി ആണെങ്കിൽ ശ്വാസം വലിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ഗക്കോമുറയുടെ അടുത്തേക്ക് എത്താനായിട്ട് അവനെ കൊണ്ടാവുന്നില്ല. പക്ഷെ ലൂഫി ആണെങ്കിൽ വീണ്ടും അവന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കും. ഉടനെ ആ വില്ലന്റെ ഷാഡോ അതങ്ങനെ ചാടി ലൂഫിയുടെ ദേഹത്തേക്ക് വീഴുകയാണ്. അവനാണെങ്കിൽ ആ ബേസ്മെന്റ് തകർത്ത് ഇപ്പൊ താഴെ വീഴും. ഉടനെ ഫുൾ കലിപ്പിൽ നമ്മുടെ ചെക്കൻ അവൻ വീണ്ടും ചാടിപ്പിടിച്ച് മുകളിലേക്ക് കയറുകയാണ്. ഗഗ്ഗോമുറയാണെങ്കിൽ തലയ്ക്ക് കൈയൊക്കെ കൊടുത്ത് അങ്ങനെ ഹായായിട്ട് കിടക്കുകയാണ്. ലൂഫി മുകളിലേക്ക് വരുമ്പോ ഗഗ്ഗോ പറയും, മിസ്റ്റർ ലൂഫി, നിന്റെ അവസ്ഥ അത് കുറച്ചു കഴിയുമ്പോ എന്താവൂന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അത് വളരെ മോശമായിരിക്കും. നിന്നെ കഴിഞ്ഞും പവർഫുൾ ആയ ഒരാള് ഇവിടേക്ക് വരാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ കുലുങ്ങി ചിരിക്കും. അപ്പൊ 900 അവന്റെ ഭീമം കാലുവെച്ച് നടന്നു വരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.